ഇന്ധനവില ശക്തമായി നിയന്ത്രിക്കാനുള്ള ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള എക്സൈസ് ഡ്യൂട്ടി അതുപോലെ തന്നെയുള്ള ഡ്യൂട്ടികൾ പലതവണ ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കൊല്ലത്ത് നിന്ന് നിങ്ങൾ കാറെടുത്തിട്ട് കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യണം. നിങ്ങൾ മാഹിയിലെത്തി എണ്ണ അടിച്ചാൽ പെട്രോളിന് 12 രൂപയുടെ വ്യത്യാസം. അപ്പൊ കേരളവും പിന്നെ മാഹിയും തമ്മിലുള്ള, അല്ലെങ്കിൽ കേരളവും കർണാടകവും തമ്മിൽ ഒരു 10 രൂപയിലധികം പെട്രോൾ ഡീസലിന്റെ വ്യത്യാസം വരുന്നതിന് കാരണം കേന്ദ്രം പല ഘട്ടങ്ങളിലും ഡ്യൂട്ടി കുറച്ചു. അതിന് സമാനമായി ഡ്യൂട്ടി ഇവർ കുറച്ചില്ല. ഇന്ത്യയിലെ പെട്രോളിന്റെ വില കുറയണം, ഡ്യൂട്ടി അല്ല കുറയണ്ടേ, പെട്രോളിന്റെ വില കുറയണം. അതനുസരിച്ച് ഡ്യൂട്ടി കുറയും, മറ്റെല്ലാം കുറയും. ആ പെട്രോളിന്റെ വില 10 വർഷം കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ കുറഞ്ഞത് കൊണ്ടാണല്ലോ ഈ വ്യത്യാസം വരുന്നത്. കേരളത്തിൽ നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡീസലിലൂടെ ഈ പദ്ധതിയിലേക്ക് വന്ന എണ്ണ കമ്പനികൾക്ക് നിയന്ത്രണം കൊടുത്തപ്പോൾ $45 പോലും 69,000 കോടി രൂപയാണ് കഴിഞ്ഞ 8 മാസം എണ്ണ കമ്പനികളുടെ ലാഭം. ഇപ്പൊ ഇന്ത്യയില് 11 കോടി ആളുകൾക്ക് ഉജ്ജൽ യോജന വഴി നമ്മള് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് അവര് വാങ്ങുന്ന ഓരോ സിലിണ്ടറിനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പാവപ്പെട്ട, ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു നയം രൂപീകരിക്കുമ്പോൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖോർമ്മിക്കണം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നത് ആഗോള മാർക്കറ്റാണ്. എന്നിട്ടും വലിയ സബ്സിഡിയും സഹായവും ഏറ്റവും പാവപ്പെട്ടവർക്ക് ഉജ്ജൽ യോജന വഴിയൊക്കെ കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻകം കുത്തനെ കുറച്ച് ടാക്സ് കുറച്ചിട്ട് ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ശ്രമിച്ചു. കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നില്ല. എന്താ പിണറായി, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ ഗ്രാമത്തില് അബ്ദുള്ളക്കുട്ടി പറയുന്നത് പിണറായി എന്നുള്ള ഗ്രാമത്തില് മുഴുവൻ ആളുകളും, എനിക്കൊന്ന് പിണറായിന്റെ മരുമക്കളും ബന്ധുക്കളും ഒക്കെ ഡീസൽ അടിക്കാൻ വേണ്ടി എന്തായി പോണ്ടിച്ചേരിയിലേക്ക് മാഹിയിലേക്ക് പോകുന്നത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും, എന്നാ ഉത്തരം കിട്ടും. അല്ല, അതാണ് വ്യത്യാസം. പിണറായി വിജയന്റെ നാട്ടിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവരെ ആശ്വാസം. $45 ആയപ്പോഴും വില കുറഞ്ഞില്ല. ഇപ്പൊ $80 ആയപ്പോഴും കുറയുന്നില്ല. $110 വില തന്നെയാണ് ഇപ്പോഴും. ഞങ്ങളെല്ലാവരും 110 രൂപയാണ്. കാരണം ഇതിന് ഞങ്ങൾ മാറിപ്പോയി പെട്രോൾ അടിക്കുക എന്ന് പറയുകയല്ല. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞ എണ്ണ വില കുറയ്ക്കുന്നത് ഇപ്പോഴും പ്രകടനപത്രിക പറഞ്ഞേക്ക. 50 രൂപയ്ക്ക് എണ്ണ, 50 രൂപയ്ക്ക് പെട്രോൾ, 40 രൂപയ്ക്ക് ഡീസൽ, 175 രൂപയ്ക്ക് ഗ്യാസ്. ഞാനൊക്കെ 1000 രൂപയുടെ അടുത്തോട്ട് അത്രയും ഗ്യാസ് മേടിക്കും. ഉജ്ജ്വലയുടെ കാര്യമില്ല. ഞങ്ങൾക്ക് ആർക്കും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് സബ്സിഡി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു. കോവിഡ് തുടങ്ങിയ സമയത്ത് നേരെ സബ്സിഡി നിർത്തി. പിന്നെ ഇന്ന് വരെ ഉജ്ജ്വല യോജനയെ പെട്ടവർക്ക് കൊടുക്കുന്നു. ഉജ്ജ്വല യോജന എന്ന് പറയുന്നത് ചെറിയ വിഭാഗമല്ല. 10-11 കോടിയോളം പാവപ്പെട്ട ആളുകൾക്ക് വലിയ സബ്സിഡിയാണ് ഇന്ധന രംഗത്ത് നമ്മൾ കൊടുക്കുന്നത്. ചെറിയ ദാരിദ്ര്യ രേഖയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖ മുകളിലേക്ക് കൊണ്ടുവന്ന ഒരു ഭരണമാണ് നരേന്ദ്രമോദി. നിങ്ങൾ പറയുന്നത് 13 കോടി ആളുകൾ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റാണ്.
കേരളത്തിലെ 23 ലക്ഷം ആളുകൾക്ക് കൃഷിക്കാർക്ക് 6000 രൂപ കിസാൻ സമ്മാൻ നിധി കൊടുക്കുകയാണ്. ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ നിങ്ങൾ മുഴുവൻ നോക്കുക. അതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക്